ഹായ്, എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചൂര, അതായത് കുടുത മുളകിട്ടതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. മീൻ കറി വെക്കാനായിട്ട് തന്നെ ഞാൻ ചൂരല്ല, തൃശ്ശൂർക്കാർ കുടുത എന്നാണ് പറയുക. അപ്പോൾ കുടുത ഒരു ചെറിയൊരു കുടുത മേടിച്ച് അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ഉലുവ, 2 കുടപ്പുളി വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ട് അതൊക്കെ ഞാൻ ചതച്ചാണ് എല്ലാം വെച്ചേക്കണത്. എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-6 എണ്ണം എടുത്ത് അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വലിയൊരു കഷ്ണം എടുത്ത് അത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 4 പച്ചമുളക് ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ മീൻ കറിയൊക്കെ ശരിയാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇല്ല, അത് നല്ല പോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ നല്ല പോലെ പൊട്ടട്ടെ കേട്ടോ. നമ്മുടെ ഉലുവ എല്ലാതും നല്ല പോലെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലാണ്. അപ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മെല്ലെ പോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. അതെല്ലാതും നല്ല പോലെ മൂത്ത് വരണ്ട. നമുക്കിതിങ്ങനെ ഇളക്കുമ്പോൾ എന്താ പറയുക, ഒരു സൗണ്ട് പോലെ വരും. ആ സൗണ്ട് ആകുമ്പോൾ വേണം നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാൻ. ആ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം അതൊന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ മൂത്ത് തുടങ്ങി വരുമ്പോണ്ടല്ലോ അതിലൊരു മണം, നല്ലൊരു മണമാണ്. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുവന്നുള്ളി ചതച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളി ചതച്ച് വെച്ചത് പ്രത്യേക ഒരു നല്ല പോലെ ഞാൻ എല്ലാ കറിയിലും വേറെ വേറെ ആയിട്ടാണ് നോക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ഉള്ളി ആയാലും എന്ത് സാധനം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഉള്ളി എല്ലാതും പെട്ടെന്ന് വാടി വരാനായിട്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പ് തന്നെയാണ് എപ്പോഴും ചേർക്കുന്നത്, പറയേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ എല്ലാ കറികളിലും ഞാൻ കല്ലുപ്പ് തന്നെയാണ് അധികം ചേർക്കാറ്. നമുക്ക് ഇനി അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാതും നല്ല പോലെ മൂത്ത് വരണം. നമ്മുടെ ഉള്ളി എല്ലാതും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാകത്തിൽ തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ കുറയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാതും നല്ല പോലെ മൂത്ത് വരണം, എണ്ണ തെളിയണം കേട്ടോ. നമുക്ക് അതാണ് ഇതിൻ്റെ പാകം. നമ്മുടെ മസാല എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം, അതായത് ഞാൻ വെള്ളം ചൂടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ചാണ് ഇപ്പോൾ ആദ്യം ഒഴിക്കുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി നല്ല കുഴഞ്ഞൊരു പാകാവട്ടെ കേട്ടോ. അതിൽ നമ്മൾ കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുടപ്പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. മീൻ കറിക്ക് ആവശ്യം പിന്നെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. കാരണം പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തേക്കണത്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പം മീൻ കറിയുടെ ചാറൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോ മീൻ കഷ്ണങ്ങളായിട്ട് നമുക്ക് പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മീനെല്ലാതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുങ്ങി കിടക്കണം മീൻ കഷ്ണങ്ങൾ മുങ്ങണ വെള്ളം തന്നെ ഉള്ളൂ. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വയ്ക്കാം.
മൂടി വെച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് തിളയ്ക്കും. തിളച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് വയ്ക്കാം. നമുക്ക് മീൻ കറിയൊക്കെ നല്ല പോലെ തിളച്ചോ നോക്കുന്നു നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മൂടിയൊക്കെ തുറന്നു. നമ്മുടെ മീനൊക്കെ നല്ല പോലെ മീനല്ല മീൻ കറി ഒക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് ഇതിൽ പുളിയും ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ നേരത്ത് വേണം നമുക്ക് നോക്കാനായിട്ട് കേട്ടോ. നമ്മുടെ മീൻ കറിയൊക്കെ തിളച്ച് നല്ല പാകമായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് കുറുകിയ പോലെയാണ്, ഇത്തിരി കൂടി ഒന്ന് ചാറ് വെട്ടുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. നമ്മുടെ കറി എന്തായെന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറി പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വേപ്പിൻ്റെ ഇല ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി എല്ലാതും നല്ല പോലെ കുറുകി വന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മേലൊക്കെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം ഓൾ എന്നുള്ള ബട്ടണും കൊണ്ട് മടിക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ.